ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. നീ രാവിലെ തന്നെ റെഡി ആയിക്കോ. എന്തിനാ? നമുക്ക് മൈജിയുടെ ഷോറൂമിൽ പോവാം. അവിടെ ഗൃഹപ്രവേശം എന്ന് പറഞ്ഞൊരു ഓഫർ ഉണ്ട്. അതിൽ വീട്ടിലേക്കുള്ള എല്ലാ സാധനവും വാങ്ങാം. ഏമേ, നിന്റെ പഴയ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ മാറ്റാം. ഓണം ആയതുകൊണ്ട് പമ്പൻ ഓഫർ ആച്ചാ. എനിക്കും കുറച്ച് പർച്ചേസ് ഉണ്ട്. ഓ, ആ, ഞാൻ ചാരുമോളെ വിളിച്ചു പറയാം രാവിലെ മൈജി പോവാൻ റെഡി ആവണമെന്ന്. എന്തിനാടാ? മൈജി ഉള്ളതുകൊണ്ട് ഇവിടുത്തെ കുറെ പഴയ സാധനങ്ങൾ എടുത്ത് ദൂരെ കളയാം, അല്ലേടാ? ആമേ. ഹലോ, എന്താ സാർ നോക്കുന്നത്? മൈജിയുടെ ഗൃഹപ്രവേശ ഓഫറിനെ കുറിച്ച് അറിഞ്ഞിട്ട് വന്നതാ. ഓക്കെ. എന്റെ മകന്റെ കല്യാണാണേ. ആ. ഇവൻ കല്യാണം കഴിക്കുന്നത് എന്റെ അനിയത്തിന്റെ മകൾ ചാരുവിനെ. ഓ. ഞങ്ങളെ തറവാട്ടിലേക്കുള്ള ചാരുമോളുടെ ഗൃഹപ്രവേശ അത് മൈജിയിലൂടെ ആയിക്കോട്ടെ എന്ന് കരുതി. ഞാൻ സാറിന് ഓഫറിനെ കുറിച്ച് പറഞ്ഞുതരാം. ഓ, കസ്റ്റമർ സർവീസ് സൂപ്പർ അല്ലേ അച്ഛാ? അത് മൈജിയുടെ മാത്രം പ്രത്യേകത. അതല്ലേ നമ്മുടെ മൈജിയിലേക്ക് തന്നെ വന്നത്. ആ ചാരുമോളെ, നീ അരവിന്ദനെയും കൂട്ടി വേണ്ടത് എന്തൊക്കെയാന്ന് വെച്ചാൽ സെലക്ട് ചെയ്തു. ബാലമാമേ, മൈജിയിൽ വന്ന എല്ലാം സെലക്ട് ചെയ്യാൻ തോന്നും. അത്ര ഓഫറും ഉണ്ട്. മാത്രല്ല എല്ലാം ബ്രാൻഡുകളുമാണ്. ഓണം പ്രമാണിച്ച് നമ്മുടെ മൈജിയിൽ 25 കോടി വിലമതിക്കുന്ന സമ്മാനങ്ങൾ ഡിസ്കൗണ്ടുകളും ഉണ്ട്. 25 കാറുകൾ, 30 സ്കൂട്ടറുകൾ, ഓരോ ലക്ഷം വീതം 30 പേർക്ക് 30 ഗോൾഡ് കോയിൻ. കൂടാതെ ബ്രാൻഡഡ് ഓഫറുകളും EMI ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. കൊള്ളാം. അപ്പോ കാക്കോത്തിക്ക് അരവിന്ദേട്ടനും ഹണിമൂണ് അടിച്ചു പൊളിക്കാലോ. ഒന്ന് പോകൂ ചേട്ടാ. 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉറപ്പായും സമ്മാനങ്ങളുണ്ട്. കേട്ടല്ലോ, ഇനി ഒന്നും നോക്കണ്ട. AC-യോ ഫ്രിഡ്ജോ TV-യോ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചോ. ആകാശേ, നിനക്ക് ലാപ്ടോപ്പോ ഫോൺ എന്തെങ്കിലും വേണമെങ്കിൽ അത് വാങ്ങിച്ചോ. നമ്മുടെ സ്വന്തം മൈജി അല്ലേ. സാർ പർച്ചേസ് ചെയ്തതെല്ലാം വീട്ടിലെത്തിയിട്ടുണ്ട്. കൊള്ളാം. അപ്പോ എന്റെ മക്കളുടെ കല്യാണവും ഓണവും മൈജിയുടെ സമ്മാനങ്ങൾക്കൊപ്പം അല്ലേ മക്കളെ? അതെ മാമേ. ഇനി എപ്പോഴും എന്നും മൈജിയിൽ തന്നെ പർച്ചേസ്. ഞാനും. ഈ കിടക്കുന്നത് നമ്മുടെ ചുണ്ടൻ രുദ്രമാണിക്കൻ. രുദ്രമാണിക്കനോ? ആ, നമ്മുടെ സ്പോൺസർ ആരാന്നറിയോ ചിറ്റപ്പന്? ഇല്ല. ആരാടാ? അതാ പറഞ്ഞ രുദ്രൻ. അവന്റെ അച്ഛന്റെ പേരാ മാണിക്കൻ. അങ്ങനെ രുദ്രമാണിക്കൻ ചുണ്ടൻ. ഓ, അവൻ ആളെങ്ങനാടാ? കാശുള്ളവനാണോ? കൊള്ളാം. എന്റെ ചിറ്റപ്പ
ഈ കുട്ടനാട് മൊത്തം വിലക്ക് മേടിക്കാൻ ശേഷിയുള്ളവനാ. അതുമാത്രമല്ല ഗവൺമെന്റ് കാര്യത്തിലൊക്കെ നല്ല പിടിപാടുള്ളവനാ. നിനക്ക് എവിടെ നിന്ന് കിട്ടിയടാ അവനെ? അതൊക്കെ കിട്ടി ചിറ്റപ്പ. സൗത്ത് ഇന്ത്യ മുഴുവൻ എനിക്ക് പരിചയമുണ്ടെന്ന് അറിയാമല്ലോ. അതറിയാം. അല്ലടാ, ഈ രുദ്രന് നിന്നെ പോലെ തന്നെയാണോ? എന്ന് വെച്ചാ അല്ല, ഈ സ്വർണ്ണമായിട്ട് ബന്ധപ്പെട്ടുള്ള ബിസിനസ് ആണല്ലോ നിനക്ക്, അതുകൊണ്ട് ചോദിച്ചതാ. അത് ചിറ്റപ്പൻ എന്നെ ഒന്ന് ആക്കിയതാണല്ലോ. അല്ലടാ മോനെ, ഞാൻ ചോദിച്ചതാ. നിന്റെ ബന്ധങ്ങളൊക്കെ സാധാരണ അങ്ങനെയാണല്ലോ. ചിറ്റപ്പ, രുദ്രൻ നല്ല ഒന്നാം തരം തറവാട്ടുകാരനാ, മനസാക്ഷിയുള്ളവനാ. പക്ഷേ കയ്യിലിരിപ്പ് നമ്മളെ പോലൊക്കെ തന്നെ. ഈ കക്ഷിയെപ്പോ വരുവാടാ? അതൊന്നും പറയാൻ പറ്റത്തില്ല ചിറ്റപ്പ. ചിലപ്പോ ഇന്ന് അല്ലെങ്കിൽ നാളെ, ചിലപ്പോ മറ്റന്നാളെ ആവല്ലേ. അതൊന്നും അറിയാൻ മേല ചിറ്റപ്പ. അവൻ വരുമ്പോ വരും. ഓ, അങ്ങനെയാണോ? ആ, അതാ ചിറ്റപ്പ അവന്റെ ഒരു രീതി. ആയിരപ്പറയെ പിടിച്ചു കെട്ടി രുദ്രമാണിക്കൻ ആദ്യം എത്തും ഫിനിഷിംഗ് പോയിന്റിൽ. അതിനുള്ളതൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. അത് കഴിയുമ്പം വരും അവൻ. അത് മതി, വന്നാ മതി. എന്താ നോക്കുന്നത്? മറ്റേ വള്ളങ്ങളെ വെച്ച് നോക്കുമ്പോ ഇതിനിത്തിരി നീളവും വീതിയൊക്കെ കുറവാണല്ലോടാ. ഉള്ളത് ഈ വലിയ നോക്കി എടുക്കായിരുന്നു. വലുതന്നെയാ ചിറ്റപ്പ. ബാലമാമേ, ആ മോളെ, നമ്മുടെ ആയിരപ്പറ ചുണ്ടൻ പരിശീലനം തുടങ്ങിയത് കാണിക്കാനാ മോളെ വിളിച്ചു വരുത്തിയത്. അടിപൊളിയായിട്ടുണ്ട് ബാലമാമേ. നമ്മുടെ വള്ളം ഒന്നാം സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ അടിപൊളിയായിരിക്കും ചാരുമോളെ. അതില് സംശയമൊന്നുമില്ല ഗോവിന്ദമാമേ. ആയിരപ്പറ ചുണ്ടൻ തന്നെയാ ഇത്തവണത്തെ രാജാവ്. ബാലമാമയുടെ ഈ സന്തോഷം കാണുമ്പോ എനിക്ക് എന്തോ പറയണമെന്ന് അറിയില്ല. കുട്ടിക്കാലത്ത് അമ്മ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ആഘോഷങ്ങളെ പറ്റി. അപ്പത്തൊട്ടുള്ള ആഗ്രഹം ആയിരപ്പറ ചുണ്ടന്റെ മത്സരം കാണണം എന്നുള്ളത്. മോളുടെ അമ്മയുടെയും എന്റെ അച്ഛന്റെ ആത്മാവൊക്കെ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. ആ, പിന്നെ മേലൂർക്കാവില് പ്രത്യേക പൂജയൊക്കെ ഉണ്ട്. വൈകിട്ട് ആയിരപ്പറ ചുണ്ടന് തിലകം ചാർത്താം. ആണോ? എങ്കിൽ പിന്നെ വൈകിട്ട് തുഴക്കാരോടൊക്കെ വരാൻ പറയാം. എല്ലാവരുടെയും കൂട്ടായ്മ തന്നെ ആവട്ടെ തിലകം ചാർത്തല്. ആയിരപ്പറ ചുണ്ടൻ തന്നെ വിജയിക്കും. ചാരുമോളെ, നീ തറവാട്ടിന് ലക്ഷ്മിയാവൂന്ന് കാരൂര് പറഞ്ഞത് വെറുതെ അല്ല. എന്തിനാ ബാലമാമ ഇങ്ങനൊക്കെ പറയുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? മോളൊന്നും ചെയ്യണ്ട. ദേ, ബാലിന്റെ ഉള്ളിൽ നിന്ന് കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ എന്റെ സ്വപ്നം നമ്മുടെ ചുണ്ടൻ ജയിക്കുന്നതാ. ആ ആരവോ ആഘോഷമൊക്കെ എനിക്കിപ്പോഴേ കേൾക്കാം.